ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ സിനിമയുടെ ടെക്നീഷ്യൻസിൻ്റെ കൂടെ ഇരുന്ന് മാത്രം ഒരു ടോക്ക് നടത്തുന്നത്. എല്ലാ തരത്തിലും മാറ്റിമറിച്ച ഒരു കഥാപാത്രം ഒരു സിനിമയുമാണ്. പെൺമക്കളുള്ള അച്ഛന്മാർക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ചാക്കോച്ച ഇത് എൻ്റെ കണ്ണ് നിറയുന്നു. ഞാനൊരു അച്ഛനാണ്. എനിക്ക് പറയാൻ സെക്കൻഡ് പാർട്ട് ഉറപ്പായിട്ടും പ്രൊഡ്യൂസർ മാന്യമായ ശമ്പളം നിന്നാൽ സെക്കൻഡ് പാർട്ട് ക്യാരക്ടറിന്റെ ഇമോഷനിലൂടെ തന്നെ നമ്മുടെ സൗണ്ടും പോകണമെന്നുള്ളൊരു ഇന്റന്റോട് കൂടി തന്നെയാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. എല്ലാം വന്ന് കറക്റ്റായിട്ട് എൻ്റെ പൊസിഷനുകളിൽ വന്ന് വീണു എന്നുള്ളതാണ്. അതൊരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി, ഇവിടെ നമ്മുടെ കൂടെ ഡയറക്ടർ ഓൺ ഡ്യൂട്ടി, സ്ക്രിപ്റ്റ് റൈറ്റർ ഓൺ ഡ്യൂട്ടി, എഡിറ്റർ ഓൺ ഡ്യൂട്ടി, സിനിമാറ്റോഗ്രാഫർ ഓൺ ഡ്യൂട്ടി ആൻഡ് മ്യൂസിക് ഡയറക്ടർ ഓൺ ഡ്യൂട്ടി. പിന്നെ ഈ ഞാനും ഡ്യൂട്ടിയിലുണ്ട്. സോ ആദ്യം തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ടീമിന്റെ പേരിൽ എല്ലാവർക്കും നന്ദി പറയുന്നു. കാരണം എന്താ പറയുക, സിനിമ ഞങ്ങൾ എങ്ങനെയാണോ പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ പ്രേക്ഷകരെ എങ്ങനെയാണോ സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും ശ്രമിച്ചതും, അതിൻ്റെ എത്രയോ മടങ്ങ് നല്ല രീതിയിലാണ് പ്രേക്ഷകർ ഈ സിനിമ അവരുടെ നെഞ്ചിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഞങ്ങളുടെ ടീമിൻ്റെ പേരിലും ഫുൾ ടീമിൻ്റെ പേരിലും ഒരു നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ്. പിന്നെ പലരും എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു ഇതിൽ ഈ സിനിമയുടെ ഒരു ഉത്ഭവം എങ്ങനെയാണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. കാരണം എന്റെ കിളി പോയിരിക്കാന്നുള്ളത് ഒരു പറയണമല്ലോ. കാരണം ഒരു മൂന്നാല് ദിവസമായിട്ട് ഇതുപോലെ പല പ്രാവശ്യം കിളി പോയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് ഇത്രയും ശരിക്കും എങ്ങനെയാണ് ഈ പടത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കഥയിലേക്ക് ലാൻഡ് ചെയ്തെന്നുള്ള പലരും എന്നോട് ചോദിക്കുമ്പോൾ പോലും എല്ലാം അറിയാവും എന്നുള്ള രീതി ഞാൻ ഇരിക്കുമെങ്കിലും സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ലാത്തതാണ്. കാരണം കുറച്ച് നാളായല്ലോ നമ്മൾ ഈ പരിപാടി തുടങ്ങി. 2 വർഷത്തോളം പ്രീ പ്രൊഡക്ഷൻ ഒരുമിച്ചല്ലേ അത് ഒരു വർഷമായി. ഞാൻ ഷൂട്ടിന്റെ കുറച്ച് ദിവസം മുമ്പാണ്. അതെ അതെ, റോബിയും ഏറെക്കുറെ ചമനും ചമൻ കയറുന്നതിന് ഒരു മാസം മുമ്പാണ് റോബി. നമ്മളൊക്കെ ലാസ്റ്റ്. പക്ഷെ അപ്പൊ ഒരു വർഷമാണ്. അപ്പൊ അതിന് മുമ്പ് 2 വർഷം ഇതിന്റെ ഒരു നായാട്ട് കഴിഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സിൽ നായാട്ട് വന്നതിന് ശേഷമാണ് ഈ ആലോചന വന്നത്. ഷാഹി ചങ്ങനാശ്ശേരി, ഷാഹി പോലീസുകാരാണ്. അപ്പം ഷാഹി കൊറോണ ടൈമില് ഷാഹിക്ക് കാർഡ് വെച്ചിട്ട് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഫ്ലാറ്റിൽ വന്നിട്ടാണ് പല കടത്തുകളും നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഷാഹി മാട്ടിന്റെ അടുത്ത് പോയി അവിടെ വേറെ ഒരു കഥയുടെ ഒരു രസമുണ്ട്. അനൗൺസ് ചെയ്ത് നടക്കാതെ റൈറ്റർ. അപ്പൊ ആ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, നിനക്കറിയാം. അപ്പൊ ഞാൻ കൺഫ്യൂസ്ഡ് ആയി. അപ്പൊ പിന്നെ എനിക്ക് ഏറ്റവും ജഡ്ജ്മെന്റ് ഉള്ള ഷൈജുക്കയാണ്. ഞാൻ ഷൈജുക്കയെ വിളിച്ചിട്ട്, ഷൈജുക്ക പ്രൊഡക്ഷനോ വേറൊന്നുമല്ല, എനിക്കൊരു സംശയമുണ്ട്, ഞാൻ അതിനുവേണ്ടി വരുവാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു സെക്കൻഡ് ഹാഫ് ഉണ്ടാക്കി, വേറെ സെക്കൻഡ് ഹാഫ് ഉണ്ടാക്കി. ഷൈജുക്കടക്ക് ചെയ്തപ്പോൾ ഷൈജുക്ക പറഞ്ഞു, അച്ഛനെ ആദ്യത്തെയാടോ നല്ലത്, എന്തിനാണിത്? ഓക്കെ ഹാപ്പി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോകുന്നു. പക്ഷെ ആ സെക്കൻഡ് ഹാഫാണ് നമ്മുടെ മാല. ആ കഥയ്ക്ക് വേണ്ടി വേറൊരു സെക്കൻഡ് ഹാഫ് ഉണ്ടാക്കിയതാണ്, അതാണ് മാല. അപ്പൊ ഇതും വെച്ചിട്ട് പോയി ആ ഡ്രൈവിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരു രസമായിട്ട് തോന്നി. പിറ്റേന്ന് എന്തോ ആവശ്യമായിട്ട് മാടിച്ചാനെ കാണാൻ പോകുന്നു. എനിക്കൊന്ന് കോട്ടയത്തോട്ട് പോകുമായിരുന്നു, ക്യാമ്പിലോട്ട് പോകുമായിരുന്നു കൊറോണ സമയം. അപ്പോൾ മാടിച്ചാനെ കയറി കണ്ടപ്പോൾ ഇങ്ങനൊരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മാടിച്ചാനം അപ്പോഴേ പറഞ്ഞു, എടാ നമുക്കിത് പിടിക്കാൻ ജിത്തുനെ കൊണ്ട് ജയിക്കാന്ന്. ഇതാണ് ഈ സിനിമയുടെ എൻ്റെ രീതിയിലുള്ള തുടക്കം. എനിക്ക് ഇപ്പോഴും മനസ്സിലുള്ളത്, ഷാഹി എൻ്റെ അടുത്ത് ഈ കഥയുടെ ഒരു ത്രൂ ഔട്ട് സംഭവം അല്ലേ, അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു സാധനമുണ്ട്, നമ്മളാ ഇൻട്രോ പരിപാടി അല്ലെങ്കിൽ നമ്മുടെ സിനിമ തുടങ്ങുന്ന പോലീസ് സ്റ്റേഷന്റെ സംഭവം. നിങ്ങൾ ഇൻട്രോ പരിപാടി അത് കഴിഞ്ഞ് വന്നു തോന്നുന്നു. അതിന് ഒരു ലൈൻ ഉണ്ടായിരുന്നു. അതിപ്പം ഡൈവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം മാലയായിട്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന കാരണം അതിപ്പോ നമുക്ക് പറയാൻ പറ്റാത്ത. അങ്ങനല്ല, ഇൻട്രോ ചാക്കോച്ചൻ ഓൺബോർഡ് വന്നപ്പോ ചാക്കോച്ചൻ വരുമ്പോ ആ ക്യാരക്ടറാണ് എന്നുവെച്ചാൽ ഹരിശങ്കർ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ മാത്രം കാണണം, അല്ല ചാക്കോച്ചനെ കാണരുതെന്ന് നമുക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ പല കാര്യങ്ങൾ ഷാഹിജിനെ പറയുകയും അങ്ങനെ ഒരു പോലീസ് വേറൊരു ഈ ഒരു ഇൻട്രൊഡക്ഷൻ പറയും. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് ഓക്കെ. ആ സീൻ അത് ശരിക്കും നടന്നിട്ടുള്ളതാണോ? ഇല്ല. അല്ല. ഓക്കെ. അല്ല, ഉണ്ടെങ്കിലും ഇല്ലെന്നല്ല നിങ്ങൾ അതിശയോക്തിയുടെ ഭാഗമായിട്ടൊക്കെ നമ്മളിപ്പം കള്ളം പറയണമല്ലോ. കഥ നമ്മുടെ ഈ സിനിമയിൽ നോക്കിയാൽ അറിയാം, പോലീസ് സിനിമകൾ ചെയ്തിട്ടുള്ള 4 പേരാണ് ഓൺ ബോർഡ് ഉള്ളത്. അപ്പം നമ്മുടെ റോബി ഉൾപ്പെടെ അങ്ങനെ നോക്കുകയാണെങ്കിൽ അല്ല, ഞാൻ സംവിധായകരുടെ കാര്യം പറഞ്ഞു, ഞാൻ ഡയറക്ടേഴ്സിന്റെ കാര്യമാണ്, മ്യൂസിക് ഡയറക്ടർ അല്ല, അല്ലാതെ ഫിലിം ഡയറക്ടറിന്റെ കാര്യമാണ് ഞാൻ. അപ്പം അത്
ഇപ്പൊ നിങ്ങളെല്ലാവരും ഇപ്പൊ ഷാഹി ആണെങ്കിലും മാർട്ടിനാണെങ്കിലും റോബി ആണെങ്കിലും ഇപ്പം ജിത്തു ഇവരുടെ എല്ലാവരുടെയും കൂടെ മീൻസ് ഷാഹിയുടെ മാർട്ടിന്റെയും കൂടെ ഒക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരു പോലീസ് കഥ തന്നെ വേണം എന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ആലോചിക്കുമ്പോൾ ഏത് രീതിയിൽ ഇത് വ്യത്യസ്തമാകണം എന്നൊക്കെയാണ് ആഗ്രഹിച്ചിട്ടുണ്ടാവുക? ഒരു രീതിയില്ല, ജിത്തു സാറിന് ഒരു കൊമേഴ്ഷ്യൽ പടം വേണം. അത്രേ ഉള്ളൂ ജിത്തു സാറിന്റെ ആവശ്യം. എനിക്ക് റിയലിസം വേണ്ട, ഓവർ ഡാർക്ക് വേണ്ട. പക്ഷെ റിയലിസ്റ്റിക് ആയിട്ട് കമേഴ്ഷ്യൽ പറയണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പടത്തിന്റെ ഇപ്പൊ നമ്മൾ കമേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ പോലും ഇതിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഡെപ്ത് ഉണ്ട്, ഇമോഷണൽ ഡെപ്ത് ഉണ്ട്. ശരിക്കും ഇവന്റ്ഫുൾ ആണ് സിനിമ. ഒന്നാമത്തെ കാര്യം അടുത്തടുത്ത മാറ്ററിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് മൊത്തത്തിൽ. അങ്ങനെയാണ് അതിന്റെ സ്റ്റോറിയുടെ ബേസ് പിടിച്ചത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള മാതാപിതാക്കള്, അതിൽ പ്രത്യേകിച്ച് അച്ഛന്മാർ എൻ്റെ അടുത്ത് മെസ്സേജുകളിലൂടെയും അല്ലെങ്കിൽ ഫോൺ വിളികളിലൂടെയും എൻ്റെ സുഹൃത്തുക്കളിലൂടെയും പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഈ പെൺമക്കളുള്ള അച്ഛന്മാർക്ക് ശരിക്കും പറഞ്ഞ ഇത് ഒരു ഭയങ്കരമായിട്ട് അവരുടെ ഹൃദയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ എന്നെ വിളിച്ചപ്പോഴും വിങ്ങി സംഭവങ്ങൾ. ഇപ്പം ശരിക്കും നമ്മള് ഇത് ഈ കഥ പറഞ്ഞപ്പോൾ ഈ ലാൻഡ് ചെയ്യാൻ നമ്മളൊരു അച്ഛനായോണ്ടാണ് പെട്ടെന്ന് നമുക്കത് ആ ഇതിലേക്ക് പിടിക്കാം. അവരത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്ന കാര്യം വെച്ചാല് ചില സീക്വൻസുകൾ നമ്മൾ സിനിമയുടെ എടുക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യമുണ്ട്, ചാക്കോച്ച ഇത് എന്റെ കണ്ണ് നിറഞ്ഞു, ഞാനൊരു അച്ഛനാണ്, എനിക്കൊരു മകളുണ്ട്, അത് പറയാറുണ്ടായിരുന്നു. അപ്പൊ അത് ഭയങ്കരമായിട്ട് അതേ രീതിയിൽ തന്നെ ആൾക്കാരിലേക്ക് അത് എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ് സത്യം. അപ്പോ സിനിമാറ്റോഗ്രാഫിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഇതില് വളരെ കുറച്ച് സംസാരിക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് റോബി. പറയൂ താങ്കളുടെ ഒരു എക്സ്പീരിയൻസ്, ഒരു എക്സ്പെർട്ടീസും. കഥ ഫസ്റ്റ് കേട്ടു, പിന്നെ അത് കഴിഞ്ഞ് ക്യാരക്ടറിനെ കുറിച്ച് മനസ്സിലാക്കി. ഹരിശങ്കർ ഭയങ്കര റഫ് ആൻഡ് ടഫ്. അപ്പൊ ശരിക്കും എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഞാൻ എല്ലാവരായിട്ടും സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ചാക്കോച്ചി ഇത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു സാധനം, അത് ഭയങ്കര ഒരു ചലഞ്ചിങ് പരിപാടിയാണ്. അതിലാണ് നമ്മുടെ പടം നിൽക്കുന്നത് എന്നുള്ളൊരു സാധനം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. എനിക്ക് എന്റെ വലിയ കൺസേൺ ആയിരുന്നു. കാരണം ഇതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ ഇത്രയും ടെക്നീഷ്യൻസ് കൂടി ചേരുന്നു. അപ്പൊ പടം എന്തായാലും ഉറപ്പായിട്ടും നന്നായി വരണം. പിന്നെ നമ്മൾ ഫസ്റ്റ് ഷോട്ട് ഇൻട്രൊഡക്ഷൻ ചാക്കോച്ചിയുടെ എടുത്തപ്പോ തന്നെ ഓക്കെ ഫൈൻ, വേറെ പ്രത്യേകിച്ച് വേറെ ടെൻഷൻ ഒന്നും തോന്നിയില്ല. നമ്മള് പോലും ചാർട്ട് വൈസ് നമ്മൾ അങ്ങനെ പോയിരുന്നു. പറയാതിരിക്കാൻ പറ്റില്ല. റോബി നായാട്ടം ഒക്കെ ചെയ്ത മാട്ടിപ്രക്കാട് ഫിലിം ഷായ്ക്ക് റീൽസും ഒരു റിയലിസ്റ്റിക് സിനിമ ചെയ്യാൻ വേണ്ടിയല്ലേ ശരിക്കും വന്നത്. റിയലിസ്റ്റിക് പരിപാടി വിളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ റോബി നമുക്ക് ഇത് മൊത്തം ഹാൻഡിൽഡ് പരിപാടി അങ്ങനത്തെ രീതിയിൽ തന്നെയാണ് റോബി പറയുന്നത്. അപ്പൊ ഞാൻ റോബി നമ്മളിതൊരു കമേഴ്ഷ്യൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അപ്പുറത്തോട്ട് ചേർന്ന് റോബി ഇപ്പുറത്തോട്ട് ചേർന്ന്. അല്ല, എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ഷാഹി എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇത് ചാക്കോച്ചി ഇത് കമേഴ്ഷ്യലാണ് എന്റെ മനസ്സിലുള്ളത്, ഇത് അത് വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നോടും പറയണം കമേഴ്ഷ്യൽ. അല്ല, ജെയ്ക്സ് പറഞ്ഞു ഇങ്ങനെയല്ലല്ലോ, കുറച്ച് ടോൺ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ജെയ്ക്സ് ഒന്നുമില്ല, അടിച്ചൊരു സമയം. ഇവരുടെ കൈ ഇപ്പൊ മാടിഞ്ഞാറിനും ഞാൻ ഇരട്ട ചെയ്യുമ്പോ നമുക്ക് വേറൊരു മീറ്ററിലാണല്ലോ ചെയ്യുന്നത്. നമ്മുടെ കമേഴ്ഷ്യൽ ചിപ്പ് ഓഫ് ആണ്. ഒരു മീറ്റർ ചെയ്തിട്ട് പുള്ളി അപ്പൊ ഇത് ഡാർക്കേ അല്ലെന്നാണ് എന്നോട് ഇത് ഞാൻ പറയുന്നത്. അപ്പൊ ഞാനിപ്പോ എന്റെ സ്റ്റുഡിയോയിലുള്ള പിള്ളേരോട് അത് എല്ലാവരും കാണാൻ പറഞ്ഞു, ഹെവിയാണ്, ഡാർക്കാണോ, അങ്ങനെയല്ലോ സംവിധായകൻ പറഞ്ഞത്. പക്ഷെ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ എനിക്കറിയാം ഇത്, പക്ഷെ ആ ഇൻട്രൊഡക്ഷൻ സീനിലൊക്കെ ഒരു മാസം ഉണ്ട്, എന്നാലും ഒരു ഡാർക്ക് കളർ. ഇവരെങ്ങനെയൊക്കെ പോയാലും ഒരു നായകത്തിലൂടെ നമ്മൾ ഇൻഗ്രേഡ് ആയി പോയി. ക്ലാസ് വിട്ട് കളിക്കില്ല. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഇങ്ങനെ ചങ്ക് പിടിച്ചോണ്ടാണല്ലോ കാണുന്നത്. കണ്ട് വിത്തപ്പ ഇത് എന്താ പറഞ്ഞ ഡാർക്ക് അല്ലല്ലേ, ഡാർക്ക്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ശരിക്കും നമ്മൾ ഈ പടത്തിന്റെ ഒരു ബിസിനസ് കട്ട്, കണ്ടപ്പോഴാണ് ഇത് നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ, ഇത് വേറെ 30% ഷൂട്ടായിട്ടുള്ള സമയത്താണ് നമ്മള് ബാംഗ്ലൂർ പോർഷൻസ് ഇല്ല, ക്ലൈമാക്സ് പോർഷൻസ് ഇല്ല, ഫൈറ്റും കാര്യങ്ങളൊന്നും നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ. അതിന് ഏറ്റവും വലിയ ഒരു ആ ബിസിനസ് കട്ട് 8 മിനിറ്റ് എങ്ങനെയുണ്ട്. അപ്പൊ അതിന് പക്ഷെ കറക്ഷൻ ഇല്ല. സാധാരണ മാർട്ടിൻ കാണുമ്പോൾ മാർട്ടിൻ ഒരു 100 കറക്ഷനെങ്കിലും പറയുന്നത് മാർട്ടിൻ ഞാൻ വരുമ്പോ ഫുൾ കറക്ഷന്റെ ആൾക്കാരാണ് ചെയ്യുമ്പോ നിനക്ക് നല്ല പണിയായിരിക്കും. ഇത് കൊടുത്തപ്പോ എടാ ഓക്കെയാണ്,
അപ്പൊ ഞാൻ ഇതെങ്ങനെയാണോ ഇവർക്ക് എല്ലാവർക്കും നോക്കിയാലോ ഞെട്ടിയതാണ്, കണ്ടവരെല്ലാം ഞെട്ടി. അത് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ ബിസിനസ് കട്ട് കാണിച്ച് നമ്മൾ വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒപ്പീനിയൻസ് പറയുന്നത് എന്ന് പറഞ്ഞാൽ മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ മുഖത്ത് നോക്കി ഒരു ദാക്ഷിണ്യം ഇല്ലാതെ പറയുന്ന കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ കാണിച്ചപ്പോൾ അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അപ്പോൾ നമുക്കറിയാം ഇത് നമ്മൾ വളരെ റോ ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് കിട്ടിയ സാധനങ്ങൾ വെച്ചിട്ട് മാത്രമാണ്, അല്ലെങ്കിൽ പടത്തിൻ്റെ ക്ലൈമാക്സ് പോർഷൻസോ അല്ലെങ്കിൽ വേറെ കുറച്ച് എക്സൈറ്റിംഗ് പോർഷൻസോ ഒന്നും ഇല്ലാത്തൊരു ബിസിനസ് കട്ടാണ്. അപ്പം അത് ആൾക്കാർക്ക് ഇത് കണ്ടപ്പോൾ അവരിലേക്ക് ഭയങ്കരമായിട്ട് കണക്റ്റഡ് എന്ന് വെച്ചാൽ ഇത് ഒരു ഭയങ്കര ഹൈ പേസ്ഡ് ആയിട്ടും അതേപോലെ തന്നെ ഇമോഷണലി കണക്റ്റും ചെയ്തു. ഈ ഇമോഷണൽ കണക്ട് എന്ന് പറയുന്നത് ഒരു നമ്മൾ ഇങ്ങനത്തെ ഒരു ഫാസ്റ്റ് പേസ്ഡ് സിനിമയ്ക്ക് അത് എഡിറ്റിങ്ങിലും അല്ലെങ്കിൽ മ്യൂസിക്കിലും ഒക്കെ നമുക്ക് കുറേയൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നത്. പക്ഷേ ഇത്ര ഫാസ്റ്റ് കട്ട്സ് വരുമ്പോൾ എങ്ങനെയാണ് ആ ഇമോഷണൽ ലെയറിങ് പോകാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അല്ല, എനിക്ക് തോന്നുന്നു ക്യാരക്ടർ അത്രയും ഇമോഷണലി റൂട്ടഡ് ആകുമ്പോൾ പെട്ടെന്ന് പറഞ്ഞാലും ഓക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ആൾ അനുഭവിക്കുന്ന ട്രോമ ഭയങ്കര ഡെപ്ത് ഉള്ളതുകൊണ്ട് സ്പീഡ് കൂടിയാലും കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇൻട്രോ എനിക്ക് പറയാൻ പറ്റില്ല എന്താന്നുള്ളത്. ആ ഒരു ഒറ്റ ഷോട്ട് ഉണ്ടല്ലോ, അത് മതി. അതുപോലെ തന്നെ ഒരാള് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം, ഈ ഹരിശങ്കർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഭയങ്കര ഒരു റഫ് ക്യാരക്ടറായിട്ട് കാണിക്കുമ്പോൾ പോലും അയാൾ ഇമോഷണലി ഫ്രജൈലാകുന്ന ഭയങ്കര ഒരു സിറ്റുവേഷനും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പീക്കിൽ അയാളുടെ ഒരു മാസീവ്നെസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ബീസ്റ്റ് മോഡിൻ്റെ പീക്കിൽ നിന്ന ആൾ ഞാൻ പറഞ്ഞ വീട്ടിലോട്ട് കയറി വരുന്ന ഒരു എപ്പിസോഡാണ്. തിരിച്ച് വന്ന വീട്ടിലോട്ട് കയറി കഴിഞ്ഞ് പിന്നെ അയാൾ പെട്ടെന്ന് ബ്ലാങ്ക് ആവുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ പെട്ടെന്ന് കട്ട് ഓഫ് ആകുമ്പോൾ സത്യത്തിൽ ആ ഒരു ചേഞ്ച് ആവുന്ന കുറച്ച് സമയം കൊടുക്കേണ്ടതാണ് ഇയാൾക്ക്. അയാളുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ഇമോഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ബിൽഡപ്പ് ചെയ്താണ് അത് ഡ്രെയിൻ അയാൾ പോകേണ്ടത്. പക്ഷെ അതിനുള്ള സ്പേസ് പോലും കൊടുത്തിട്ടില്ല. ചിലപ്പോൾ അത് വേറെ രീതിയിൽ ഇത് അയ്യോ ഇത്ര ഉള്ളോ എന്ന് ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു മൊമെന്റും കൂടെയാണ്. ചിലപ്പോൾ ചിരിച്ചു കളഞ്ഞേക്കാം. ജഗദീഷ് ചേട്ടന്റെ വീട്ടിൽ പോയിട്ട് തിരിച്ച് ഞാൻ എന്റെ വീട്ടിലോട്ട് വന്നിട്ട് ഞാൻ ബ്ലാങ്ക് ഔട്ട് വന്ന കാര്യമാണ് അതാ പറഞ്ഞത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ചിലർക്ക് വേണമെങ്കിൽ ഇത് കോമഡി ആയിട്ട് തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. കാരണം നമ്മൾ സ്പേസ് കൊടുത്തിട്ടേ ഇല്ല. സ്പേസ് കൊടുത്തൊന്ന് ബിൽഡപ്പ് ചെയ്ത് ആൾക്കാരിലേക്ക് കൊണ്ടുവന്നാൽ ഓക്കെയാണ്. പക്ഷെ അതുപോലും നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് ശരിക്കും ആ ഒരു ഇമോഷന്റെ ഒരു ബാക്ക് ഡ്രോപ്പ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? എനിക്ക് തോന്നുന്നു ഇത് പടം റിലീസിന് തൊട്ട് മുമ്പ് വരെ എനിക്കൊന്ന് തിയേറ്ററിൽ അപ്ലോഡ് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പുള്ള സെക്കൻഡ് വരെ ഇതിന്റെ ബാക്കി പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നടക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ടും ഇല്ലാതില്ല. അപ്പം പ്രിയ എൻ്റെ അടുത്ത് ചോദിച്ചു, റോബിയെ കാണാനില്ലല്ലോ, എവിടെ? റോബി മറ്റേ DA പരിപാടി അതൊക്കെ കേട്ട് DAയോ പടം നാളെ റിലീസല്ലേ? അതെ പടം നാളെ റിലീസാണ്, ഇനി എന്ത് ചെയ്യാനാണ്? ഞാൻ പറഞ്ഞ അതാണ്. അപ്പം റോബി പ്രിയയുടെ ഡിസ്റ്റന്റ് കസിനും കൂടെയാണ്. അപ്പം എൻ്റെ കസിൻ ഇത്ര ആത്മാർത്ഥമായിട്ട് എന്തിനാണ് ജോലി ചെയ്തത് എന്നൊക്കെ പ്രിയ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇല്ല, കളറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ഇങ്ങനെ ഫൈനൽ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രിയ ചോദിച്ചു, എന്നൊരു കാര്യം ചെയ്യും, ആൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഈസുവിൻ്റെ ഒരു കളറിങ് ബുക്ക് ഉണ്ട്, അതുകൊണ്ട് കൊടുക്കുമ്പോൾ അത് കളർ ചെയ്തോണ്ടിരുന്നോട്ടെ ഈ പടത്തിന് ഇനി അതിന്റെ ആവശ്യമില്ല. ഇന്ന് രാവിലെ റോബി വിളിച്ചപ്പോൾ റോബിയുടെ മെസ്സേജ് എന്റെ ഫോണിലുണ്ട്. ഞാൻ 3-4 ദിവസം വീട്ടിലായിരുന്നു, മോനെ കളർ ചെയ്യാൻ മോനെ കളർ ചെയ്യിക്കും. പക്ഷെ നിങ്ങൾ എന്നോടൊരു കൊലച്ചതി ചെയ്തിട്ടുണ്ട്. കാരണം ഡാൻസ് ചെയ്യാം. ഹരിശങ്കർ നമ്മൾ ആ രീതിയിൽ കാണുന്നില്ല. അയാൾ വേറെ പാട്ടുകളും പരിപാടികളും ആണല്ലോ, എല്ലാം ഓക്കെയാണ്. അതിനിടയ്ക്കാണ് ഈ ദുഷ്ടൻ മറ്റേ ആ പാട്ടും കൊണ്ട് വരുന്നത്. നമ്മുടെ ട്രാവൽ സോങ് നിയോൺ റൈഡുമായിട്ട് വരുന്നത്. അത് മലയാളം എഴുതി ഇംഗ്ലീഷ് എഴുതി മനസ്സിലാകാത്തൊരു സാധനം ഇങ്ങനത്തെ പടം നമ്മൾ കിട്ടാൻ വെച്ചാൽ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. അപ്പൊ നമ്മൾ അങ്ങനത്തെ പടം കിട്ടിയപ്പോ നമ്മൾ മാക്സിമം അടിച്ചു പൊളിക്കാന്നുള്ള നമ്മൾ ചെയ്തത്. എനിക്ക് ഷായബായോട് ഒരു ചോദ്യം ചോദിക്കാം. ഇനിയും പോലീസ് കഥയാണോ അത് വേറെ വല്ലതും കഴിഞ്ഞു? പുതിയ പോലീസ് അല്ല, അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടൊരു കഥയുണ്ട്, പിന്നെ പറയാം. സസ്പെൻസ് ആണ്.